നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. എങ്കിൽ പിന്നെ ആ പൗണ്ഡ്രകനെ ഒന്ന് നേരിട്ട് കാണാം എന്ന് വിചാരിച്ച് ഭഗവാൻ സൈന്യസമേതനായിട്ട് കരൂഷ രാജ്യത്ത് ചെന്ന് പൗണ്ഡ്രകനെ കാണുന്നു. അതാണ് മൂന്നാമത്തെ ശ്ലോകം. ദൂതേ അഥ യാതവതി യാദവ സൈനികൈസ്ത്വം യാതഃ ദദർശിധ വപുഃ കില പൗണ്ഡ്രകീയം താപേന വക്ഷസി കൃത അംഗം അനൽപമൂല്യ ശ്രീകൗസ്തുഭം കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടല പീതചേലം. ദൂതേ, ആ ദൂതൻ, യാദവതി, തിരിച്ചുപോയതിനു ശേഷം, അഥ, അനന്തരം, ത്വം, ഭഗവാനെ, അങ്ങ്, യാദവ സൈനികൈഹി, ആ യദുക്കളുടെ സൈന്യത്തോടുകൂടി, യാതഹ, അങ്ങ് ചെന്ന് നോക്കിയപ്പോൾ ഭഗവാന് ചിരി സഹിക്കാൻ സാധിച്ചില്ല എന്നാണ്. കാരണം അവിടെ വക്ഷസി, ആ പൗണ്ഡ്രകൻ തൻ്റെ നെഞ്ചത്ത്, ഭഗവാന്റെ നെഞ്ചിലുണ്ടല്ലോ ശ്രീവത്സ ചിഹ്നം, അതുപോലെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് താപേന ഒരു ഇരുമ്പ് ചുട്ട് വെച്ചിട്ട് അതെടുത്തിട്ട് തൻ്റെ വക്ഷസിൽ വച്ചിട്ട് കൃത അംഗം, അങ്ങനെ ഒരു മറുകു പോലെ ആക്കി വച്ചിരിക്കുന്നു. ഇത് കൂടാതെ അനൽപമൂല്യം, ഒട്ടും മൂല്യം കുറയാത്ത നല്ല വിലപിടിപ്പുള്ള ഒരു ശ്രീകൗസ്തുഭം, ഒരു രത്നമണിഞ്ഞിട്ട് ഇത് ശ്രീകൗസ്തുഭമാണെന്ന് അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ മകരകുണ്ടലം, ഭഗവാന്റെ കമ്മൽ, അതേപോലെ തന്നെ ഒരു മകരകുണ്ടലമൊക്കെ പണിയിപ്പിച്ച്, ഒപ്പം ഭഗവാനെ പോലെ തന്നെ പീതചേലം, നല്ല മഞ്ഞ പട്ട്, ഇതൊക്കെ അണിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ പോട്ടെ, കൈ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ നാടകത്തിലൊക്കെ 4 കൈയൊക്കെ വെക്കാൻ 2 കൈ ഇങ്ങനെ എക്സ്ട്രാ വെക്കില്ലേ, അതുപോലെയൊക്കെ 2 കൈ എക്സ്ട്രാ വെച്ചിട്ടൊക്കെയാണ് ഇത് കണ്ട ആ പൗണ്ഡ്രകീയം വപുഹു, ഇങ്ങനെയുള്ള ആ പൗണ്ഡ്രകന്റെ ആ ശരീരം ഭഗവാൻ ദദർശിധ, കണ്ടുവല്ലോ. ആ പൗണ്ഡ്രകനെ നേരിട്ട് കണ്ടപ്പോ ഭഗവാൻ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇരുമ്പ് പഴുപ്പിച്ച് മാറത്ത് വെച്ച് പൊള്ളിച്ചിട്ട് ഇതാണ് ശ്രീവത്സം എന്ന ചിഹ്നം എന്ന് ആക്കി വച്ചിരിക്കുന്നു. വളരെ വിലപിടിച്ച ഒരു രത്നം വാങ്ങി കൗസ്തുഭം എന്ന പേരിൽ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. കുണ്ടലങ്ങൾ പണിയിച്ച് കാതുകളിൽ ധരിച്ചിരിക്കുന്നു. മഞ്ഞപ്പട്ട് മാത്രമല്ല, മൊത്തത്തിൽ ആ ഒരു 4 കൈകൾ ആക്കാൻ വേണ്ടിയിട്ട് 2 കൈ അത് പ്രത്യേകം വേറെ തന്നെ അത് ആക്കി വെച്ചു. അന്ന് എങ്ങനെയാണെന്ന് അറിയില്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസോ അങ്ങനെ എന്തോ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു 2 കൈകളും. ഇങ്ങനെ ആകപ്പാടെ ഒരു പ്രച്ഛന്ന വേഷധാരിയെ കണ്ട് ഭഗവാന് പോലും ചിരി സഹിക്കാൻ സാധിച്ചില്ല. ശ്ലോകം 3. ദൂതേധ യാതവതി യാദവ സൈനികൈസ്ത്വം യാതോ ദദർശിതവ ബുക്കില പൗണ്ഡ്രകീയം താപേന വക്ഷസി കൃതാംഗം അനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടല പീതചേലം. ഹരിശരണം.
എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പനെയും ഭട്ടതിരിപ്പാടിനെയും വ്യാസമഹർഷിയെയും സ്മരിക്കുന്നു. ഗുരുക്കന്മാരെയും പൂർവികരെയും നമസ്കരിക്കുന്നു. എല്ലാ ഈശ്വര ശക്തികളെയും സ്മരിക്കുന്നു. ദശകം 83 നാരായണീയത്തിലെ ശ്ലോകം 3. ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ഭക്തവാത്സല്യത്തിൻ്റെ ചില രംഗങ്ങൾ നമുക്ക് കാണാം. നമ്മൾ കണ്ടു പൗണ്ഡ്രക വാസുദേവൻ്റെ കുരുഷ രാജാവായിരിക്കുന്ന പൗണ്ഡ്രക വാസുദേവൻ്റെ ദൂതൻ വന്നതും വളരെ തമാശ തോന്നുന്ന തരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഇവിടെ ഭഗവാന് വേണമെങ്കിൽ അത് തള്ളിക്കളയാമായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തൻ്റെ വേഷം കെട്ടി താൻ തന്നെ ഈശ്വരനാണെന്ന് സ്മരിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന് പറയാവുന്ന തരത്തിൽ കൃത്രിമമായിട്ടാണെങ്കിൽ കൂടിയിട്ടും ഉള്ളതായ പൗണ്ഡ്രക വാസുദേവനെ ഉദ്ധരിക്കണം എന്ന് ഭഗവാൻ വിചാരിച്ചു. കേനാപി ഉപായേന മനകൃഷ്ണയെ നിവേശയെന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്നെ ഭഗവാനെ ഓർക്കുന്നുണ്ടല്ലോ അദ്ദേഹം. അതുകൊണ്ട് ആ ദൂതൻ പോയ ശേഷം യാദവ സൈന്യങ്ങളോട് കൂടിയിട്ട് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ കുരുഷ രാജ്യത്ത് കാശിയുടെ അടുത്താണ് അത്. ആ രാജ്യത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ആദ്യം തന്നെ ഈ പൗണ്ഡ്രക വാസുദേവനെ ഒന്ന് കാണാൻ നോക്കി. കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ശ്രീവത്സം എന്ന പേരിൽ ഈ പൗണ്ഡ്രക വാസുദേവൻ തൻ്റെ വക്ഷസ്സിൽ അഗ്നി കൊണ്ട് പൊള്ളിച്ച് ഒരു മറുകുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വില പിടിച്ച ഒരു രത്നം എടുത്ത് കഴുത്തിലിട്ടിട്ടുണ്ട്. കൗസ്തുഭം എന്ന പേരിൽ മകരകുണ്ടലങ്ങളും അണിഞ്ഞിട്ടുണ്ട്. മഞ്ഞപ്പെട്ടും ഉടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഭഗവാന്റെ ലക്ഷണങ്ങളൊക്കെ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. താൻ തന്നെ അതങ്ങനെ അണിഞ്ഞ് തന്നിൽ തന്നെയുള്ളത് ഈശ്വരനെ തിരിച്ചറിയാൻ സാധിക്കുമോ എന്നുള്ളതും കൂടി ചോദ്യമാണ് ഇവിടെ. നമ്മളൊക്കെ കുട്ടികളെ കൊണ്ട് കൃഷ്ണവേഷം കെട്ടിക്കണു, രാധാവേഷം കെട്ടിക്കണു. ഞാൻ പറയാറുണ്ട് പലപ്പോഴും, ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരുടെ മനസ്സ് മോശമായൊരു വഴിയിലേക്ക് ചിന്തിക്കുമ്പോൾ, തൻ്റെ കുട്ടിക്കാലത്ത് താൻ കൃഷ്ണനായിട്ടും രാധയായിട്ടും വേഷം കെട്ടിയതല്ലേ, അതുകൊണ്ട് മോശമായ വഴിക്ക് പോകാൻ പാടില്ല എന്നൊരു ധാരണ ചിലപ്പോൾ അവർക്കുണ്ടായാൽ നന്നായിരിക്കും. സപ്താഹത്തിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊക്കെ കണ്ടു ഭാവം കണ്ട ഭഗവാൻ സന്തോഷമായി. കാരണം എല്ലാ തരത്തിലുള്ളതായ ലക്ഷണങ്ങളും ഉണ്ടാകാൻ വേണ്ടി നല്ല വേദനയോട് കൂടിയിട്ട് മനസ്സോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കുക, വില കൊടുത്ത് രത്നം വാങ്ങി കഴുത്തിലിടുക, ഇതൊക്കെ ചെയ്തപ്പോൾ അതിങ്ങനെ ഭഗവാൻ കണ്ടു. കാണുന്നത് മാത്രമല്ല, ഭഗവാനിൽ എപ്പോഴും കാരുണ്യമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതേ വേഷത്തോടു കൂടി അവന് മോക്ഷം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അതേസമയം തന്നോട് ചേർക്കുകയും വേണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു പാഠമാണിത്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഭഗവാനോട് അടുക്കാൻ നോക്കുക. കളിയാക്കിയിട്ടായാലും തിരക്കേടില്ല, ആയിട്ടായാലും തിരക്കേടില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഭഗവാനോട് നമുക്ക് അടുക്കാൻ സാധിക്കുന്നത് ഒരനുഗ്രഹമാണ്. അതിൽ കൂടി തന്നെ നമ്മുടെ ഉദ്ധാരണവും നടക്കും എന്നുള്ളതാണ് ഇവിടെ സൂചന തരുന്നത്. അങ്ങനെ പൗണ്ഡ്രക വാസുദേവൻ്റെ വേഷവിധാനങ്ങളും രൂപമൊക്കെ കണ്ടു. മേലൊക്കെ നീലച്ചായം നല്ലോണം തേച്ചിട്ടുണ്ട്. ദിവസവും വേണത്രേ അത്. കാരണം ആ നിറം കൊണ്ടുനടക്കണ്ടേ, അതിനൊക്കെ ആടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിറവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് മനസ്സിൽ കാണാവുന്നതേ ഉള്ളൂ ആ പൗണ്ഡ്രക വാസുദേവനെ. ഭഗവാൻ കണ്ടു. ഭഗവാൻ ഇതിന് ഒരു എന്താ പറയുക, ഭക്തനെ തന്നെ കാണുന്ന പോലെ കണ്ടത്. കഴിഞ്ഞില്ല പൗണ്ഡ്രക വാസുദേവൻ്റെ അവസ്ഥ.
ഇനി അടുത്ത ശ്ലോകത്തിൽ കുറച്ചും കൂടി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ പറയുന്നത് എന്നുള്ളത്. ഭാഗവതം ഒരിക്കലും വ്യർത്ഥമായൊരു കഥ പറയില്ല. നമ്മളിൽ ഒരു നന്മയുടെ അവസ്ഥ ഉണ്ടാക്കാനും ഭക്തിയുടെ അവസ്ഥ ഉണ്ടാക്കാനുമായിരിക്കും വ്യാസഭഗവാൻ ഇതൊക്കെ കൊണ്ടുവരുന്നത്. നിരീശ്വരവാദികളാണെങ്കിൽ പോലും അവർ പോലും അറിയാതെ ഭഗവത് സ്മരണ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പനെ നമസ്കരിക്കാം. ഹരിശരണം.